ജീവിതത്തിൽ എന്തൊക്കെ ചെയ്താലും എങ്ങനെയൊക്കെ നടന്നാലും നാം ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് സംതൃപ്തി നിറഞ്ഞതും അർത്ഥപൂർണവുമായ ഒരു ജീവിതം ജീവിക്കാൻ കഴിയുക എന്നത് തന്നെയാണ്. അതിനുവേണ്ടി നമ്മൾ നമ്മളെ തന്നെ ഓരോ നിമിഷവും തിരുത്തി മാറ്റങ്ങൾ വരുത്തി നന്മകൾ നിറഞ്ഞ വ്യക്തിത്വം വളർത്തി മുന്നോട്ടു പോകേണ്ടതായിട്ടുണ്ട്. എങ്ങനെയാണ് നമ്മൾ ഈ തിരുത്തലുകൾ നമ്മളിൽ തന്നെ വളർത്തേണ്ടത്? എങ്ങനെയാണ് ഓരോ ദിവസം കഴിയുമ്പോഴും നമ്മൾ കൂടുതൽ കൂടുതൽ നന്മ നിറഞ്ഞ വ്യക്തികളാവുന്നത്? ഈ ലക്ഷ്യം നേടാൻ നമ്മൾ ചെയ്യേണ്ടത് നല്ല ഗുണങ്ങളെയും ചിന്തകളെയും വളർത്തിക്കൊണ്ടുവരിക എന്നതാണ്. അവ നമ്മളിൽ വളർത്തിയെടുക്കാൻ നമ്മുടെ ശ്രദ്ധയോടെയുള്ള നിർബന്ധ ബുദ്ധിയോടെയുള്ള ശ്രമം ആവശ്യമാണ്. നമ്മൾ വളർത്തിയെടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഗുണം അത് നേടിയേ അടങ്ങൂ, അല്ലെങ്കിൽ അങ്ങനെ മാത്രമേ ഞാൻ ചെയ്യൂ എന്ന വാശി നമ്മളിൽ ഉണ്ടാവണം. അതിനുവേണ്ടി മറ്റു പലതും വേണ്ടെന്ന് വയ്ക്കാനും പല സുഖങ്ങളും ഉപേക്ഷിക്കാനും ഉള്ള ശക്തി കാണിക്കണം. ഈ ശ്രമം തുടരാനുള്ള ഉത്സാഹം ആ ഗുണം വളർത്തിയെടുക്കാനുള്ള നമ്മുടെ ആഗ്രഹത്തെ ആശ്രയിച്ചിരിക്കും. ആഗ്രഹം കൂടുമ്പോൾ ശ്രമം നടത്താനുള്ള ഊർജവും കൂടിക്കൊണ്ടിരിക്കും. അതിനാൽ നേടണം എന്ന ആഗ്രഹത്തിൻ്റെ ശക്തി വർദ്ധിപ്പിക്കുക. താൽക്കാലികമായി ഉണ്ടാകുന്ന ആഗ്രഹങ്ങൾക്ക് 1-2 ദിവസത്തിലധികം നിലനിൽപ്പ് ഉണ്ടാവില്ല. അത് മറികടക്കാൻ വീണ്ടും വീണ്ടും നമ്മൾ ആഗ്രഹിക്കാനുണ്ടായ സാഹചര്യത്തെ ഓർക്കുക, അതിനെപ്പറ്റി ചിന്തിക്കുക, ആ സാഹചര്യത്തെ മനസ്സിൽ നിലനിർത്തുക. അതിൻ്റെ ശക്തി കുറയുന്നു എന്ന് തോന്നുമ്പോൾ വീണ്ടും ആ സാഹചര്യത്തിലേക്ക് നമ്മളെ എത്തിക്കുക. അങ്ങനെ ആ ആഗ്രഹത്തെ ശക്തിയുള്ളതാക്കുക. ആഗ്രഹത്തിൻ്റെ ശക്തി കൂടി ശ്രമം തുടർച്ചയായി നടത്തുമ്പോൾ അത് പരാജയപ്പെട്ടാലും സാവധാനം ആ ശ്രമം നമ്മുടെ ഒരു സ്വഭാവമായി മാറും. അങ്ങനെ ഗുണങ്ങൾ ഓരോന്നായി നമ്മളിൽ വളർത്തിക്കൊണ്ടുവന്നാൽ ജീവിതം നമ്മുടെ നിയന്ത്രണത്തിലാവും.